പാട്ടം അളന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്നു. ഞാൻ പറ വേറൊരാളുടെ കൊടുത്തു. ഞാൻ പോയി ഇതേമാതിരി അകത്ത് പോയി ആളെ വിളിച്ച് പ്രസവിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാവേണ്ടി വന്നു. ഇതൊക്കെ അവർ പറഞ്ഞു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ശ്രീ പാറക്കൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വർഗീയ വിഷം തുപ്പി ശശികല ടീച്ചർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ശശികല ടീച്ചറിന് ഇഷ്ടമല്ലാത്ത ആളുകൾ ഇവരെ ടീച്ചർ എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. കാരണം അത്രയ്ക്കും വർഗീയതയാണ് എല്ലാ വിഷയത്തിനും. ഇനി നല്ലതാണെങ്കിലും പന്നലാണെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ വർഗീയത കൊണ്ടിട്ട് സംസാരിക്കുന്ന ഒരു ടീച്ചർ. ഇവരെങ്ങനെയാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ശശികല ടീച്ചറിന് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ശശികല ടീച്ചറിനെ ഇവരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കണം. ഇങ്ങനെയുള്ളവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കണം. അതാണ് വേണ്ടത്. ഇപ്പം വർഗീയ വിഷവുമായിട്ട് വിഷം തുപ്പി വി ഡി സതീശന് നേരെ ഇവർ വന്നേക്കുവാണ്. വേറൊന്നുമല്ല, കുട്ടനാട്ടിൽ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് അവധി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനോട് അവിടുത്തെ MLA നിയമസഭയിൽ ചോദിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം ഇരുന്ന് കഴിഞ്ഞിട്ട് PK കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും കൊടുക്കത്തില്ല. അത് ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ മുഖ്യമന്ത്രി കൊടുക്കാമെന്നൊന്നും ഉറപ്പ് പറഞ്ഞിട്ടില്ല. ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറയാം എന്നേ പറഞ്ഞുള്ളൂ. ഇരുന്ന് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അഭിപ്രായം അപ്പുറത്തിരുന്ന് കുഞ്ഞാലിക്കുട്ടിയോട് വ്യക്തമാക്കി. അത് മൈക്കിലൂടെ കേട്ടു. അതിന് ഇത്രമാത്രം വിഷം തുപ്പേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ശശികല ടീച്ചർ ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. പുറത്ത് ചിരി, അകത്ത് പല്ലിറുമ്മൽ. ഈ നാടകം അധിക കാലം തുടരാൻ പറ്റില്ല. ഒരു കാരണവശാലും അവധി കൊടുക്കില്ല. ചമ്പക്കുളം മൂലം വള്ളംകളിയെ അധിക്ഷേപിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവേദി. എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ഇതിനെ അധിക്ഷേപിച്ചത്? എന്തിൻ്റെ പേരിലാണ് മാപ്പ് കൊടുക്കേണ്ടത്? ഈ കഴിഞ്ഞ 10 കൊല്ലവും വെള്ളംകളിക്ക് അവിടെ അവധി ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ ശശികല ടീച്ചറിൻ്റെ ഈ വർഗീയതയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. കഴിഞ്ഞ 10 കൊല്ലം മിണ്ടാതിരുന്ന ശശികല ടീച്ചർ ഇപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് വർഗീയത കൊണ്ടിടുന്നത് എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ഇതൊന്നുമല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിൽ ഇഷ്ടമല്ല, അതുകൊണ്ട് കുരു പൊട്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നതിന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അധികാരത്തിൽ വന്നിട്ട് 1 മാസം പോലും ആയില്ല, അതിനു മുമ്പേ മുഖ്യമന്ത്രിയുടെ കോലമൊക്കെ ഈ വെറും നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കുട്ടനാട്ടിലുണ്ട്, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നുണ്ട്, എത്ര ആളുകൾ വീടില്ലാതെ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്, എത്ര ആളുകൾ രോഗബാധിതരായിട്ട് കുട്ടനാട്ടിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, എത്ര ആളുകൾ കൃഷിക്ക് ഒരു വകയില്ലാതെ കൃഷിയും കാര്യങ്ങളും നശിച്ച് വെള്ളം കയറിയിട്ട് അതിനൊരു പരിഹാരവുമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. കുട്ടനാട്ടുകാർക്ക് വെള്ളം കളിക്ക് അവധി കിട്ടാത്തതാണല്ലോ ഇത്ര വലിയ കാര്യം. കഴിഞ്ഞ 10 കൊല്ലം അവിടെ അവധി ആർക്കും വേണ്ടായിരുന്നു. ഇപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് അവധി വേണം. അപ്പം ഇത് അവധിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെ കുരുപൊട്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അവധി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അവധി വേണമെന്നൊരു അവധി എടുത്തു പോയി കാണണം, അതാണ് വേണ്ടതല്ല. അത് എല്ലാ ആളുകൾക്കും കൂടി ഈ പറഞ്ഞിട്ടുള്ള ഒരു വർഷത്തിൽ എന്തിനൊക്കെയാണ് അവധി കൊടുക്കുന്നത് ഇല്ലേ? അപ്പോൾ എല്ലാത്തിനും കൂടെ അവധി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവധിയും കൊടുക്കുകയും വേണം, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളവും കൊടുക്കുകയും വേണം. അതെവിടുത്തെ കാര്യമാണ്? കുട്ടനാട്ടുകാരുടെ അഭിപ്രായമല്ല. കുട്ടനാട്ടുകാർക്ക് അവധി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുട്ടനാട്ടിലുള്ളവർ വള്ളംകളി പോയി കാണുക തന്നെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേരെ ചെളി വാരി തേക്കുക, അതാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് MLA ചോദിക്കുന്ന ഒരു അവധി വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കൊടുക്കുന്ന ആ മറുപടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മുഖ്യമന്ത്രി പറയുന്ന എന്താണ്? ഞാൻ കൊടുക്കാമെന്നൊന്നും പറയുന്നില്ല, ആലോചിച്ച് തീരുമാനിക്കാം എന്ന് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക
അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. യെസ്. ശ്രീ പാറക്കൽ അബ്ദുള്ള. പാറക്കൽ അബ്ദുള്ള. പഠിച്ചേ പറയൂ, പഠിക്കാതെ പറയില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാചകമാണിത്. പഠിച്ചു പറയുന്ന നേതാവ്. ഇന്നലെ കേരള നിയമസഭയിൽ നമ്മുടെ കുട്ടനാട് MLA ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കുട്ടനാട് മൂലം വള്ളം കളിക്ക് പ്രാദേശിക അവധി നൽകുന്നത് പരിഗണിക്കണം. എന്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിന്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പ്രദേശത്തുകാരുടെ ആവശ്യമെന്ന നിലയിൽ അത് സർക്കാരിനെ അറിയിക്കേണ്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കടമ. തീർത്തും ന്യായമായ ആവശ്യം. ആരാണ് കുട്ടനാട് MLA? UDF MLA തന്നെയാണ് റെജി ചെറിയാൻ. ഈ ആവശ്യത്തോട് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. യെസ്. ശ്രീ പാറക്കൽ അബ്ദുള്ള. പാറക്കൽ അബ്ദുള്ള. അതെ, ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയോടാണ് ഞാൻ യോജിക്കുന്നത്. കാരണം എന്തിന് അവധി കൊടുക്കണം? അവധി കൊടുക്കേണ്ട അത്ര കാര്യം എന്താണ്? വെള്ളംകളി കാണേണ്ട ആളുകൾ പോയി കാണാം. അല്ലാത്തുള്ള മറ്റുള്ള സർക്കാർ അവിടെയുള്ള സർക്കാർ ഇനി അത്രയും ആളുകൾക്ക് അവധി കൊടുത്തെന്നിരിക്കട്ടെ. കുട്ടനാട്ടിൽ വെള്ളംകളി കാണാൻ വേണ്ടിയിട്ട് സർക്കാർ ജോലിക്കാർക്ക് അവധി കൊടുത്തെന്നിരിക്കട്ടെ. എത്ര ആളുകൾ ആ വെള്ളംകളി കാണാൻ പോകുന്നുണ്ട്? എല്ലാവരും പോയില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആ അവധിയും കിട്ടും, അതിൻ്റെ ശമ്പളവും കിട്ടും. അല്ലാത്തവന്മാർ ഈ പറഞ്ഞിട്ടുള്ള ജോലിയും കൂലിയും ഇല്ലാതെ അവിടെ ഇവിടെയും ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നവന്മാർക്ക് ഒരു പുണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞിട്ടുള്ള നിയമസഭയിൽ വന്ന് MLA, UDFന്റെ MLA ആണെങ്കിലും കുറച്ചെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വിവേകം വേണം. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നത് അവതരിപ്പിക്കാൻ, ആ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിക്കാതെ ഇത്രയും കേസ് കൊണ്ട് അവതരിപ്പിക്കാൻ ആറ്റുനോറ്റ് കിട്ടിയ ഒരു അവസരമാണ്. അപ്പം അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് ആ MLAക്ക് അറിയാൻ വയ്യാതായിപ്പോയി. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ശശികല ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. അപ്പോൾ കമൻറ്റ് ഇത് നോക്കണം. വർഗീയത വിളമ്പുന്ന ആളുകൾ, ആ ആളുകളെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആളുകൾ ആ വർഗീയത കേട്ട് ലാസ്റ്റ് അവരെ തലയിലും കൂടെ ആ വർഗീയത പടരുന്നൊരു സംഭവമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അപ്പം മധു വാര്യത്ത് എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് ശശികല ടീച്ചറിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടേക്കുന്നത് ഞാൻ വായിക്കാം. വ്യാഴാഴ്ചത്തെ മുഹറം വെള്ളിയാഴ്ച ആക്കി കൊടുക്കാം, പെരുന്നാളിന് 10 ദിവസം ആക്കി കൊടുക്കാം, അതിനൊന്നും വിരോധമില്ല. ഏത് പെരുന്നാളിനാണ് 10 ദിവസം അവധി കൊടുത്തിട്ടുള്ളതെന്നൊന്ന് പറയാമോ സുഹൃത്തെ? അങ്ങനെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഈ പരിപാടി നടത്തും. ഞാൻ അന്ന് ഈ വീഡിയോ ഇടൽ പരിപാടി നടത്തും. വേറൊന്നുമില്ല, 10 ദിവസം പെരുന്നാളിന് അവധി കൊടുത്തത്. ഏത് പെരുന്നാളിനാണ് 10 ദിവസം അവധി കൊടുത്തത്? ഇതാണ് ഞാൻ പറയുന്നത്. അവരെ ഫോളോ ചെയ്ത് വെച്ച് അതേപോലെ വർഗീയത തലയ്ക്ക് പിടിച്ച ഒരു ചങ്ങാതിയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. പെരുന്നാളിന് മുസ്ലിങ്ങൾക്ക് 10 ദിവസം അവധി കൊടുക്കുന്നത്. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? തെളിവ് സഹിതം കാണിച്ച് തന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ ഈ പരിപാടി തല്ല വേണ്ട, നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തന്നേക്കാം, നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ. ഇനി അതിനടിയിൽ വന്നൊരു കമൻറ്റ്, വിവേകമുള്ളൊരു വ്യക്തി ഇട്ടേക്കുന്നൊരു കമൻറ്റ്, ഫൈസൽ AP എന്ന് പറഞ്ഞിട്ടുള്ള, പെരുന്നാളിന് എപ്പോഴാണ് 10 ദിവസത്തെ ലീവ് കൊടുത്തത്? ആട്ടെ, കാസർഗോഡ് ജില്ലയിൽ ഓക്കെ, അത് ഞാൻ ഒരു അടുത്ത വീഡിയോയിലും ചെയ്യാം. അപ്പോൾ പുള്ളി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്നാളിന് എപ്പോഴാണ് 10 ദിവസത്തെ ലീവ് കൊടുത്തതെന്നാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളി ബാക്കി ടൈപ്പ് ചെയ്തേക്കുന്നത് കൂടെ ഞാൻ വായിക്കാം. അതിന് വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം. കാസർഗോഡ് ജില്ലയിൽ മുൻ RSS പ്രവർത്തകൻ നാരായണൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളില്ലാതെ ഒരു ലീഗ് വനിതാ പ്രവർത്തക മുൻകൈ എടുത്ത് ഏറ്റുവാങ്ങി ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിച്ചത് താങ്കൾ അറിഞ്ഞിരുന്നോ എന്നാണ് കമൻ്റ് ഇട്ട ആളോട് ചോദിക്കുന്നത്. ആ 10 ദിവസം മുസ്ലിങ്ങൾക്ക് പെരുന്നാളിന് അവധി കൊടുത്തെന്ന് പറഞ്ഞ ആ കമൻ്റ് ഇട്ട ആ കുറിപ്പിനോട് പുള്ളി ചോദിക്കുവാണ്. ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വ്യാഴാഴ്ച 25/5/2026 മരിച്ച മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ ചികപദവ് സ്വദേശിയായ മുൻ RSS BJP പ്രവർത്തകൻ നാരായണൻ്റെ 64 മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉറ്റവർ എത്തിയില്ല. 1 മാസം മുമ്പാണ് നാട്ടിലെ കടവാരാന്തിയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃദുപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണൻ്റെ ദയനീയ അവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ് ചിനാല, ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിക്കുന്നത്.
സ്ഥലത്തെത്തിയ അവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകർ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബന്ധുക്കൾ ഏറ്റെടുത്തില്ല. ഓക്കെ, എന്തായാലും ആ സുഹൃത്ത് പങ്കുവച്ചൊരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. നമ്മളെല്ലാവരും കണ്ടതാണ് ഇർഫാന ടീച്ചർ ചെത കൊടുത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളും വർഗീയത കൊണ്ടിട്ട് ഈ ശശികല ഉൾപ്പെടെ സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന കുറേ ആളുകൾ, ഇവരെയൊക്കെ തലയിൽ ഇച്ചിരിയെങ്കിലും പുണ്ണാക്കുണ്ടോന്നാണ്, ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ കോലം കത്തിക്കുന്നത്? കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിൻ്റെ ആ സമയത്തൊക്കെ നിങ്ങൾ കോലം കത്തിച്ചോ? കുട്ടനാട്ടിൽ കേരളത്തിൽ പോട്ട് നിങ്ങൾ കുട്ടനാട്ടിൽ വള്ളംകളിക്ക് അവധി വേണമെന്ന് പറഞ്ഞിട്ടില്ലേ കോലം കത്തിച്ചത്? കുട്ടനാട്ടിൽ ചങ്ങാതി വരെ കുട്ടനാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 കൊല്ലം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ ഈ കോലം കത്തിച്ചിട്ടുണ്ടോ? കോലം കത്തിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ തവണ ഈ കുട്ടനാട്ടിൽ വള്ളംകളിക്ക് അവധി കൊടുത്തില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കോലം നിങ്ങൾ കത്തിച്ചോ? ഇല്ല. അപ്പം ഇത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെ കുരുപൊട്ടൽ മാത്രമാണ്. അല്ലാതെ കുട്ടനാട്ടുകാർക്ക് അവധി കിട്ടണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമല്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ആ കോലം കത്തിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കണ്ടു. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ആ കോലം കത്തിക്കുന്ന വീഡിയോ കണ്ടു. ഓക്കെ, ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാനിവിടെ ശശികല ടീച്ചറിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. വേറൊന്നുമല്ല, അഖിൽ മാരാറ് ഇതിനു മുമ്പ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞ് ഏറിപ്പോയല്ലോ. പ്രസവം ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. അന്നൊക്കെ പ്രസവിച്ചിട്ട് ഉടനടി എണ്ണീച്ച് ഓടുന്നെന്നോ അരി കുത്തുന്നെന്നോ നെല്ല് കുത്തുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വിവാദമായ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ. മണ്ടം അഖിൽ മാരാറ് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചുകൊണ്ട് ഈ ശശികല ടീച്ചർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അത്രയ്ക്കും വിവരമേ ഇവർക്കുള്ളൂ എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തും വർഗീയത കൊണ്ടുവരണം, അതാണ് ഇവരെ മെയിൻ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങൾ കേട്ടു നോക്കിയേ. ശശികല ടീച്ചറും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസവം ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. അന്നത്തെ കാലത്ത് പ്രസവിച്ചിട്ട് ശശികല ടീച്ചർക്കും അറിയാം ഈ ആളുകൾ എണീറ്റ് ഓടിയിരുന്നെന്നോ അരി കുത്തിയിരുന്നെന്നോ നെല്ലിടിച്ചെന്നൊക്കെ അന്നത്തെ പറയും. എന്തുകൊണ്ട് ഞാൻ പറയും, ഒരു ടീച്ചർ എങ്ങനെ ഇവർ ടീച്ചറായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെ പഠിപ്പിച്ചിട്ടുള്ള മൊത്തം വർഗീയത വിളമ്പുന്ന ക്ലാസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഗീയത വിളമ്പുന്ന അല്ല ഇങ്ങനൊരു ആക്ക് എങ്ങനെ ഒരു ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവിടെ മുസ്ലിങ്ങൾ കാണും, ഹിന്ദുക്കൾ കാണും, ക്രിസ്ത്യൻസ് ആണ്, എല്ലാ മതത്തിലുള്ള ആളുകളും കാണും. ഈ 3 മതത്തിലുള്ള ആളുകളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു മനസ്സിലൊരു ഇതും കൊണ്ട് വിഷമം കൊണ്ട് കിടക്കുന്ന ആൾക്ക് സാധിക്കത്തില്ല. ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കി. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. എന്താണ് അതിനകത്ത്? ഇതൊക്കെ സമാജത്തിൽ നടക്കുന്ന ചർച്ചയല്ലേ? എന്ത് പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു എന്നാണ് ഇവിടെ വിഷയം. പ്രസവത്തെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രസവം ഒരു രോഗമല്ല എന്ന് പറയുന്നത് ഗൈനക്കോളജിസ്റ്റുകളാണ്.
പ്രസവം ഒരു രോഗമല്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകമായി ആചരിക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യണ്ട. മുത്തശ്ശിമാർ പറയും നമ്മൾ 10 പ്രസവിച്ചതാണ്, 12 പ്രസവിച്ചതാണ്. ഇതൊക്കെ നാട്ടിലൊരു ടോക്കൺ. ഇതൊക്കെ ഇത്ര വലിയൊരു ഗൗരവ വിഷയമായിട്ടോ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ എടുക്കണോ? പ്രസവം ലഘുവായി നടത്തുന്ന സ്ത്രീകൾ ഉണ്ടാവാം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രസവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം. അപ്പോൾ എൻ്റെ അമ്മായിമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ 12 പ്രസവിച്ച ആളാണ് അമ്മായിമ്മ പറയാറുണ്ട്, അവർ മറ്റേ ജന്മി പാട്ടം വരുന്ന വീട്ടിലത്തെയാണ്. പാട്ടം അളന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്നു. ഞാൻ വേറൊരാളുടെ കൊടുത്തു. ഞാൻ പോയി ഇതേമാതിരി അകത്ത് പോയി ആളെ വിളിച്ച് പ്രസവിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാവേണ്ടി വന്നു. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ പറ്റും. അതേസമയം കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളും അതിൻ്റെ കൂടെ പ്രസവത്തിൽ മരിച്ചുപോയ ആളുകളുണ്ടാവും. അവർ പറയുന്ന അവരുടെ അനുഭവം. എനിക്ക് പ്രസവവേദന വന്നാൽ പെട്ടെന്ന് പ്രസവം നടക്കുന്നു, അത് അവരുടെ അനുഭവം പറയുന്നു. പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളുണ്ടാവും. ഇതൊന്നും ജനറലൈസ് ചെയ്തേണ്ട വിഷയമല്ല. നമുക്ക് എന്താ വെച്ചാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ചകൾ പോകാതിരിക്കാൻ ചില പ്രത്യേക വിഷയം എടുത്ത് നമ്മൾ മുന്നിലിട്ട് ഇങ്ങനെ ഒരു മറയുണ്ടാക്കി വയ്ക്കും. അത്രേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങിപ്പോകുന്ന ഒരു സംസ്കാരം വേറെ എവിടെയെങ്കിലും ഉണ്ട്? കണ്ടല്ലോ, ഇവരൊക്കെ എങ്ങനെ ടീച്ചറായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.